ഹലോ എവ്രിബഡി. ഒത്തിരി നാൾ കൂടി ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രചോദനം എനിക്ക് ഇപ്പോൾ ഉണ്ടായി. പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റും കോവിഡ് എന്നുള്ള ആ ഒരു രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് നമ്മുടെ നാട്ടിൽ ഉള്ള പലർക്കും ഇല്ല, മനസ്സിലാക്കിയെടുത്തോളം. അപ്പം നമ്മളത് വളരെ ശ്രദ്ധാപൂർവം ഇതിനെ നേരിട്ടില്ലെങ്കിൽ കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി നമ്മുടെ പ്രായമായിട്ടുള്ള ആളുകൾ, കുട്ടികൾ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാത്തവർക്ക് അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും, എത്ര ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും ഇത് ഒന്ന് പിടിക്കാൻ വലിയ നേരമൊന്നും വേണ്ട. അറിയാമല്ലോ, 2020, 2021, 2022 ആ കാലഘട്ടങ്ങൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്തുമാത്രം ബുദ്ധിമുട്ട് നിറഞ്ഞൊരു അവസരമാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നോ? മാസ്ക് കെട്ടണം നിർബന്ധമായിട്ട്, പിന്നെ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ട് നടക്കണം. അതുകൂടാതെ നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ അതിനേക്കാൾ ബുദ്ധിമുട്ട്, വിദേശ രാജ്യത്തോട്ടൊക്കെ പോകണമെന്നുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ അനുസരിച്ച് കേരളത്തിലും മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കോവിഡിൻ്റെ അണുക്കളുള്ളതും രോഗികളുള്ളതും. കേരളത്തിൽ തന്നെ അറൗണ്ട് 2500 to 3000 കോവിഡ് രോഗികളുണ്ടെന്നാണ് ഒരു കണക്ക് ഞാനീടെ കണ്ടതും വായിച്ചതൊക്കെ. അപ്പോൾ അത് കൂടുതൽ കാണാം ഇപ്പോൾ, എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യം, ഈ രോഗം ഒരിക്കലും പടരാതിരിക്കാനായിട്ട്, നമുക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും നമ്മളതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. ഉദാഹരണത്തിന് നമ്മൾ ഒത്തിരി ആൾത്തിരക്കുള്ള സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു നമ്മളൊരു പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് പോകുന്നു, അവിടെ നിറച്ച് ആളുകൾ വരുന്നു പോകുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ കയറുന്നു, അല്ലെങ്കിൽ ഒരു മാളിൽ കയറുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ അനേകർ അവിടെ വന്ന് കയറുന്നുണ്ട്. അവരുടെ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ടും അവിടെ വരുന്നുണ്ട് ഈ കടകളിൽ കൂടെയും. പിന്നെ പബ്ലിക് സ്ഥലങ്ങളിൽ, പ്രോഗ്രാമുകളിലുള്ള സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ അണുക്കൾ ഇപ്പോൾ ഇത് കോവിഡിൻ്റെ ഒരു വേരിയൻ്റാണ് ഇപ്പോഴത്തെ ഈ രോഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ വായിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കോവിഡിൻ്റെ വേരിയൻസ് നമ്മളെ ആക്രമിക്കാതിരിക്കാൻ, ഇതിൻ്റെ അണുക്കൾ, ഇതിൻ്റെ വൈറസുകൾ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ നമ്മൾ ശരിയായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. പുറത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ പറ്റുന്നവർ മാസ്ക് ധരിച്ച് തന്നെ പോവുക. പറ്റുന്നവരെന്നല്ല ഉദ്ദേശിച്ച്, മസ്റ്റായിട്ട് തന്നെ പോവുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പിന്നെ സ്ഥലങ്ങളിൽ കൂടെ, പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പല രോഗികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ വഴിക്ക് കണ്ടുമുട്ടിയെന്നിരിക്കും. കോൾഡ് ഉള്ളവർ, അങ്ങനെയുള്ള രോഗികൾ, അവർ ചുമയ്ക്കുന്നു, തുമ്മുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഇച്ചിരി അകന്ന് നിന്ന് അത് നമുക്ക് പിടിക്കാതെ നോക്കാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ടുന്ന എന്നാ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, മാസ്ക് വേണം. നമ്മൾ കൈകൾ, പണ്ട് കോവിഡ് രോഗം ഇവിടെ ശരിക്കുണ്ടായിരുന്നല്ലോ 2020, 2021, 2022 ആ സമയത്ത് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അത് ഗവൺമെൻറ് അതിനായിട്ട് സ്ട്രിക്റ്റായിട്ട് ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ വേണം, ഇതാണെന്നൊന്നും പറഞ്ഞ് കൊണ്ടിരുന്നതിന് മുമ്പിൽ തന്നെ ജനങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് സഹകരിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് പകർത്താൻ പറ്റും. കുറച്ച് പേര് 10,000 പേരുള്ളതെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ പല ഭാഗത്തുമൊക്കെ ആയിട്ടാണ് ഇത് ഉള്ളത്. ആ രോഗികൾ സുഖപ്പെട്ട് വരാനായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇനി വേറൊരാളിലേക്ക് അത് പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പ്രിക്കോഷൻസ് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം നടക്കുകയാണെങ്കിൽ ഈ രോഗം നമ്മളിൽ വന്ന് പെടുകയില്ല. പോരാഞ്ഞിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ കൈ കഴുകണം. നിർബന്ധമായിട്ട് സോപ്പിട്ടോ പിന്നെ ഹാൻഡ് വാഷൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി നടക്കുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ പോകുന്ന ആ സമയത്തും അതുപോലെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നു,
അപ്പോൾ പല ആളുകളും കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു രോഗാണു അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും അത് കയറി പിടിക്കും. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മളിലേക്ക് അത് വരുന്നത്. അത് ശ്രദ്ധിക്കണമെന്നുള്ള ഒരു അഡ്വൈസാണ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. പിന്നെ പ്രായമുള്ളവർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞൊരു രോഗമുണ്ടല്ലേ, ഫ്ലൂ എന്നൊക്കെ പറയും. അതിന് ഉള്ള വാക്സിൻ ഉണ്ട്. അത് നമ്മൾ എടുക്കണം. വാക്സിൻ വർഷത്തിലൊന്ന് വെച്ച് എടുത്താൽ മതി. ആ വാക്സിൻ നമുക്ക് നല്ല പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പുറത്തിറങ്ങി നടക്കുമ്പോഴും മറ്റ് ജനക്കൂട്ടങ്ങളിലൊക്കെ പോകുമ്പോഴും ഞാനിപ്പോൾ പറഞ്ഞ പോലെ മാസ്ക് ഒക്കെ ഉപയോഗിച്ചാൽ ഒത്തിരി നന്നായിരിക്കും. ആളുകളത് ഇപ്പോൾ ഒത്തിരി അധികം ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇത് പടർന്ന് കൂടിക്കൊണ്ടിരിക്കുന്നത്. ആ സീരിയസ്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ഇവിടുന്ന് പമ്പ് കടത്താൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് 2022, 21, 20 ഒക്കെ പുറകോട്ട് ഞാൻ പോകുമായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്തോരം ബുദ്ധിമുട്ടുകളുണ്ടായി. എത്ര പേര് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നവർ ഇന്നിപ്പോൾ ഇല്ല. അവർ ഇഹലോകവാസം വെടിഞ്ഞു പോയി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ രോഗത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സോ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. ഈ രോഗാണുക്കൾ നിർജീവമാകുവാൻ, ഉന്മൂലനാശം ചെയ്യപ്പെടുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും കാരുണ്യവാനായ ദൈവം നമ്മളോട് കരുണ കാണിക്കും. ഓക്കെ, ബൈ.